ഇന്ന് നമ്മൾ എടുക്കുന്നത് ന്യൂ SCERT 6ാം ക്ലാസ്സിലെ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ 2 ആണ്. അതിന്റെ ആദ്യ പാർട്ടാണ് ഇതിൽ ക്ലാസ്സിൽ എടുക്കുക. സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ളത് എടുക്കും. ഓക്കെ, ഇനി ഗ്രീസിൽ നിന്നാണ് ഒളിമ്പിക്സ് വന്നത്. ഓക്കെ, ഒളിമ്പിക്സ് എന്ന ആശയം വന്നത് എവിടെ നിന്നാണ്? ഗ്രീസിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് എവിടെ നിന്നാണ്? പുരാതന ഗ്രീസിൽ നിന്നാണ്. ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതൻസിൽ നിന്നാണ് ജനാധിപത്യം ഉടലെടുത്തത്. ഇമ്പോർട്ടന്റ് ആണ്. ഏതൻസിൽ നിന്നാണ്, ഗ്രീക്കിലെ ഏതൻസിൽ നിന്നാണ് ജനാധിപത്യം ഉടലെടുത്തത്. അപ്പൊ നമ്മളിത് 5ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്, വീണ്ടും റിപ്പീറ്റേഷൻ വന്നിരിക്കുകയാണ്. തെക്കു കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്? തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകളും കുന്നുകളും ചെറുപർവ്വതങ്ങളും തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണിത്. ഇതിൽ നമുക്ക് ഈ ഒരു ഒളിമ്പിക്സ് വളയങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. റെഡ് പറയുന്നത് USA ആണ്, ബ്ലാക്ക് എന്താണ്? ആഫ്രിക്കയാണ്, നീല സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയാണ്, ദെൻ മഞ്ഞ ഏഷ്യ, മഞ്ഞ വളയം ഏഷ്യ. അടുത്തത് പറയുന്നത് പച്ച പറയുന്നത് ഓസ്ട്രേലിയ ആണെന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളാണ്. ആദ്യം ഗ്രീക്കിൽ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ പിന്നെ കൃഷിയും കച്ചവടവും ആയപ്പോൾ നഗരങ്ങൾ രൂപപ്പെട്ടു. പിന്നീട് കാലക്രമേണ ഒരു നഗരവും ഒരുപാട് ഗ്രാമങ്ങളും ചേർന്ന് കൊണ്ടിട്ട് എന്തായി മാറി? നഗര രാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിച്ചു. ഒരു നഗരവും ഒരുപാട് ഗ്രാമങ്ങളും കൂടി ചേർന്നതാണ് നഗര രാഷ്ട്രം എന്ന് പറയുന്നത്. ഈ നഗര രാഷ്ട്രങ്ങളെ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്രീക്കിലെ നഗര രാഷ്ട്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? പോളിസ് എന്ന പേരിലാണ് ഗ്രീക്കിലെ നഗര രാഷ്ട്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങൾ ഗ്രീക്കിലെ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് അടുത്തത്. അതായത് ഗ്രീസിൽ ഉണ്ടായിരുന്നത് തീബ്സ്, കൊറിന്ത്, ഏതൻസ്, സ്പാർട്ട. ഓക്കെ, ഗ്രീസിൽ ഉണ്ടായിരുന്ന പ്രധാന നഗര രാഷ്ട്രങ്ങളാണ് തീബ്സ്, കൊറിന്ത്, ഏതൻസ്, സ്പാർട്ട. ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൻസും സ്പാർട്ടയുമാണ്. ഏതൊക്കെയാണ്? ഏതൻസ്, സ്പാർട്ട എന്ന് പറയുന്ന നഗര രാഷ്ട്രങ്ങളാണ്. എന്താണ് ഏതൻസിന്റെ പ്രത്യേകത? ജനാധിപത്യം ഉടലെടുത്തത്. ഓക്കെ, അത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഏതൻസിലാണ് ആദ്യമായിട്ട് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിൽ പൗരത്വമുള്ള പുരുഷന്മാർക്ക് മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഏതൻസിൽ പൗരത്വം ഉണ്ടായിരുന്നത് ആർക്ക് മാത്രമാണ്? പുരുഷന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് നിയമനിർമ്മാണവും തെരഞ്ഞെടുപ്പിലും ഒക്കെ പങ്കാളികളാവാം. എന്നാൽ സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ എന്നിവർക്ക് എന്തുണ്ടായിരുന്നില്ല? പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. അവർക്ക് പൗരത്വം ഉണ്ടായിരുന്നില്ല ഏതൻസിൽ. പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ആരുടെ കാലത്താണ്? പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിലെ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെടുക. ഓക്കെ, ഏതൻസിലെ രാഷ്ട്രീയ സഭയുടെ പേരെന്താണ്? അസംബ്ലി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഏതൻസിന്റെ പ്രധാന സവിശേഷം നോക്കിക്കഴിഞ്ഞാൽ കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു. കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികൾ 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കണമായിരുന്നു. ആൺകുട്ടികൾ എന്ത് ചെയ്യണം? 2 വർഷം നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ആർക്കുണ്ടായിരുന്നു? ഏതൻസിനുണ്ടായിരുന്നു. ഏതൻസിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്നു. അടുത്തത് ഏതൻസിലെ പൗരർ. ഏതൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം എന്നുള്ളതാണ്. രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ പൗരന്മാരുടെ രക്ഷകർത്താക്കൾ ആരായിരിക്കണം? ഏതൻസുകാർ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള സ്വതന്ത്രനായ പുരുഷനാണ് അവിടെ പൗരത്വം കിട്ടിയിരുന്നത്. ഇനി അടുത്തത് പെരിക്ലിസ് ആണ്. നമുക്കറിയാം പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ എന്ത് വന്നിട്ടുള്ളത്? ജനാധിപത്യം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പെരിക്ലിസിന്റെ ഭരണകാലത്ത് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരിക്ലിസ് ആയിരുന്നു. ഓക്കെ, പറഞ്ഞതൊന്നും മാറിപ്പോയി. അതായത് പെരിക്ലിസിന്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് പറയുന്ന നഗര രാഷ്ട്രങ്ങള് ശക്തമായത്. ഓക്കെ, ആരുടെ കാലത്താണ്? പെരിക്ലിസിന്റെ കാലത്താണ്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ പെരിക്ലിസിന്റെ ആശയം എന്തായിരുന്നു?
നമ്മുടെ ജനാധിപത്യം തന്നെ, അതായത് ഒരാൾ കേന്ദ്രീകരിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാക്കണം എന്നതായിരുന്നു പെരിക്ലിസിന്റെ ആശയം എന്ന് പറയുന്നത്. അടുത്തത് സ്പാർട്ടയാണ്. സ്പാർട്ട ഏതൻസിൽ നിന്നും വ്യത്യസ്തമായ പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത്. അവിടെ ജനാധിപത്യ രീതികൾ കാണുമ്പോൾ സ്പാർട്ടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നമുക്ക് കാണാൻ കഴിയുക. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്താണ് പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം. അവിടെ നോക്കുകയാണെങ്കിൽ കലയും സംസ്കാരമാണ് ഏതൻസുകാർക്കുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പരമ്പരാഗത മൂല്യങ്ങളും സൈനിക പരിശീലനത്തിനും മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. എത്ര വർഷത്തെയാണ്? 23 വർഷത്തെ. അവിടെ ആൺകുട്ടികൾക്ക് വെറും 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനമാണെങ്കിൽ ഇവിടെ ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ച് കീഴടക്കി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീക്ക് നഗരരാഷ്ട്രത്തിലായിട്ട് ശത്രുത ഉണ്ടായിരുന്നവരായിരുന്നു പേർഷ്യക്കാർ. ഈ പേർഷ്യക്കാർക്കെതിരെ ഏതൻസും സ്പാർട്ടയും കൂടിയിട്ട് സംയുക്തമായിട്ട് ആക്രമിച്ച് കീഴടക്കിയ യുദ്ധമാണ് എന്ത് പറയുന്നത്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഏതൻസുമായി ശത്രുതരായി സ്പാർട്ട എന്ത് ചെയ്തു? ഏതൻസുമായിട്ട് ശത്രുതയിൽ പെട്ടു. അങ്ങനെ സ്പാർട്ടയുടെ സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങൾ ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു. ഇതാണ് പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? സ്പാർട്ട ജയിച്ചു. ഓക്കെ, ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പെലോപ്പൊനേഷ്യൻ യുദ്ധം എന്ന് പറയുന്നത് ഏതൻസും സ്പാർട്ടയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തതാണ്. അതായത് ഗ്രീക്ക് എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്ന ഈ 2 നഗരരാഷ്ട്രങ്ങളും തമ്മിലുള്ള ശത്രുതയാണ് എന്ന് പെലോപ്പൊനേഷ്യൻ യുദ്ധത്തിന് കാരണമായത്. അതേസമയം പേർഷ്യൻ ജനത ഗ്രീക്കിലെ ഏതൻസും സ്പാർട്ടയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 300 സ്പാർട്ടൻസ് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിലൊക്കെ കാണാം ഈ പേർഷ്യൻ ഗ്രീക്കും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒക്കെ ഒരു കഥ പറയുന്ന ഒരു മൂവിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാരത്തൺ ഓട്ടാണ്. എന്താണ് മാരത്തൺ ഓട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ ഗ്രീക്കുകാർ ജയിച്ചല്ലോ. അപ്പൊ ഗ്രീക്കുകാർ ജയിച്ച കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഗ്രീക്കുകാർ ജയിക്കുമ്പോൾ ഈ യുദ്ധം നടക്കുന്നത് മാരത്തൺ എന്ന് പറഞ്ഞത് ഏതൻസിൽ നിന്ന് ഒരു 26 മൈലുകൾക്ക് അപ്പുറമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതൻസിലോട്ട് ഈ ഗ്രീക്കുകാർ ജയിച്ച കാര്യം പറഞ്ഞിട്ട് ഒരാൾ ഓടി. അയാൾ 26 മൈലുകൾക്ക് അപ്പുറമുള്ള ഏതൻസ് പോയിട്ട് ഓടി ചെന്നിട്ട് ആഹ്ലാദിക്കും നമ്മൾ വിജയിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. അതോടുകൂടി ഓൺ ദ സ്പോട്ട് അയാൾ മരിച്ചു. കാരണം അത്രയും ദൂരം അയാൾ ഓടി. ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദീർഘദൂര ഓട്ടത്തിന് നമ്മൾ മാരത്തൺ ഓട്ടം എന്ന പേര് നൽകിയത്. അപ്പൊ മാരത്തൺ ഓട്ടം എന്നുള്ള പേര് വരാൻ കാരണം ഗ്രീക്കോ പേർഷ്യൻ യുദ്ധമാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വെക്കാം. അടുത്തത് ഹെറഡോട്ടസ് ആൻഡ് തൂസിഡൈഡ്സും ആണ്. ഓക്കെ, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ദ ഹിസ്റ്ററീസ് എന്ന കൃതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹിസ്റ്ററീസ് ആണ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ദ ഹിസ്റ്ററീസ് രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറഡോട്ടസ് ആണ്. ഓക്കെ, ഹെറഡോട്ടസ് ആണ് ദ ഹിസ്റ്ററീസ് എന്ന കൃതി രചിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെറഡോട്ടസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കിയിട്ട് ഹെറഡോട്ടസ് രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറഡോട്ടസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ അതേസമയം സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയ തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. അയാളുടെ ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനേഷ്യൻ വാർ എന്ന കൃതിയിൽ നിന്നാണ് അയാള് പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം വെളിപ്പെടുത്തിയത്. ഓക്കെ, ആരാണത്? തൂസിഡൈഡ്സ് ആണ്. ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനേഷ്യൻ വാർ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? തൂസിഡൈഡ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? സ്പാർട്ട ആൻഡ് ഏതൻസ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നമുക്കറിയാം ഗ്രീക്കുകാരും ദെൻ പേർഷ്യക്കാരും തമ്മിലുള്ളതാണ്. അതിൽ നിന്നാണ് ദ ഹിസ്റ്ററീസ്. ഹെറഡോട്ടസ് മാറിപ്പോവരുത്, ചരിത്രത്തിന്റെ പിതാവാണ് ഹെറഡോട്ടസ്. ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനേഷ്യൻ വാർ എന്ന് ധരിച്ചത് തൂസിഡൈഡ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ ഓർത്തു വയ്ക്കാം. അടുത്തത് ഗ്രീക്ക് തത്വചിന്തകരാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഓക്കെ, സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി. എന്താണ്? അറിവാണ് നന്മ. ഇനി സംവാദ രീതി, അതായത് സോക്രറ്റിക് മെത്തേഡ്
ലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഓക്കെ, എല്ലാവരുടെ സംവദിച്ച് നടക്കുമായിരുന്നു. എന്ത് കാര്യത്തിന് അദ്ദേഹത്തിന് ഒരു ഉത്തരവും മറുചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സോക്രട്ടീസ്. അപ്പൊ സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. നമുക്കറിയാം ഹെംലോക്ക് വിഷം നൽകി കൊന്ന ആളെയാണ് ഇയാളെ ആൾക്കാർ കൊന്നു. ഓക്കെ, എന്താണ് ഹെംലോക്ക് വിഷം നൽകിയിട്ടാണ് സോക്രട്ടീസിനെ കൊല്ലുന്നത്. അത് പുഞ്ചിരിയോടെ കഴിച്ചിട്ടാണ് അയാൾ പുഞ്ചിരിച്ച് മരിച്ചു. ഓക്കെ, അതൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, തെറ്റില്ലല്ലോ. അപ്പൊ സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയത് ആരാണ്? സോക്രട്ടീസ് ആണ്. സംവാദ രീതിയിലൂടെയാണ് അയാൾ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഇനി പ്ലേറ്റോ എന്ന് പറയുന്നത് നമ്മുടെ സോക്രട്ടീസിന്റെ ശിഷ്യൻ. സോക്രട്ടീസ് മരിക്കുമ്പോഴും അയാൾക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഇതൊരു ആളായിരുന്നു പ്ലേറ്റോ. സോക്രട്ടീസിന്റെ ശിഷ്യൻ ആണ് പ്ലേറ്റോ. ഇമ്പോർട്ടന്റ് ആണ്. അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. എന്ത് സ്ഥാപിച്ചു? അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ച് ഗ്രീക്ക് തത്വചിന്തകനാണ് പ്ലേറ്റോ. ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക് എന്ന കൃതി രചിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് പ്ലേറ്റോ. മാറിപ്പോകുന്നത്. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഉണ്ട്. നമ്മുടെ പ്ലേറ്റോയുടെ അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു. അതായത് നമ്മുടെ പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു ആരെന്ന് പറയുന്നത്? അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ അക്കാദമി എന്ന പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ലൈസിയം എന്ന പഠന കേന്ദ്രമാണ് സ്ഥാപിച്ചത്. അരിസ്റ്റോട്ടിലാണ് ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത്. പ്ലേറ്റോ സ്ഥാപിച്ച പഠന കേന്ദ്രമാണ് അക്കാദമി. ഓക്കെ, പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. പൊളിറ്റിക്സിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇവിടെ തന്നെ പഠിച്ചു പോവാ. സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു. അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചു. പ്രധാന കൃതി റിപ്പബ്ലിക് ആണ്. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു. അതായത് പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ആര്? അരിസ്റ്റോട്ടിൽ. ഈ പുരാതന ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ഹോമറിന്റെ ഇതിഹാസമാണ് ഇലിയഡ് ആൻഡ് ഒഡീസി. ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ഇലിയഡ് ആൻഡ് ഒഡീസി. ഏതൊക്കെയാണ്? ഇലിയഡ് ആൻഡ് ഒഡീസി. ഇലിയഡ് ആൻഡ് ഒഡീസി എന്താണ്? ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളാണ്. ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ചുള്ള ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡ് ആൻഡ് ഒഡീസി. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇലിയഡിലെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇലിയഡ് കൃതിയുടെ കഥ. ഓക്കെ, ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ് എന്ന് പറയുന്നത്. ഏത് നഗരത്തിനെതിരെ? ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ്. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിനെതിരെ. ട്രോയ് നഗരമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷം, അതായത് അവിടെ നമ്മുടെ ഗ്രീക്കുകാര് ട്രോയ്ക്കാർ ജയിച്ചു. അപ്പൊ അവർക്ക് സമ്മാനമായിട്ട് ഒരു കൂറ്റൻ മരക്കുതിര കൊടുത്തു. ആ കൂറ്റൻ മരക്കുതിരയിൽ നിറച്ചെന്തായിരുന്നു? പോരാളികളായിരുന്നു. അതായത് അവിടുത്തെ ഭടന്മാരായിരുന്നു. ഇത് ട്രോയ് നഗരത്തിന്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി. തോൽവി സമ്മതിച്ച് ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് മരക്കുതിര എന്ന് ട്രോജന്മാർ കരുതി വിജയലഹരിയിലായിരുന്ന ട്രോജന്മാർ ആ മരക്കുതിരയെ നഗരത്തിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഭടന്മാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ ആയപ്പോൾ ട്രോയ് നഗരം എന്തായി? നാമാവശേഷമായി മാറി. ഓക്കെ, അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ് എന്ന് പറയുന്ന ഹോമറിന്റെ ഇതിഹാസത്തിലുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇറാനാണ് പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. ഓക്കെ, ഇറാനാണ് ശരിക്കും പറഞ്ഞ പേർഷ്യക്കാരെന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള ആൾക്കാരാണ്. ഓക്കെ, അക്കാലത്ത് നിലനിന്ന സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസെപോളിസ് എന്നായിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പെർസെപോളിസ്. ഇമ്പോർട്ടന്റ് ആണ്. പെർസെപോളിസ് എന്താണ്? പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. ഈ പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇറാൻ പ്രദേശത്താണ്. ഓക്കെ, ഇറാൻ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ഇതിന്റെ ബാക്കി എന്ന് പറയാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം.